പത്തനംതിട്ടയിലേക്കാണ്. പത്തനംതിട്ട വൈദ്യുതി കമ്പി പൊട്ടി ശരീരത്ത് വീണ വിദ്യാർത്ഥി അത്ഭുതകരമായി രക്ഷപ്പെട്ടു. കോന്നിയിൽ ഇന്നലെയാണ് സംഭവം. 8ാം ക്ലാസ് വിദ്യാർത്ഥി SP സനീഷാണ് അത്ഭുതകരമായി രക്ഷപ്പെട്ടത്. ഒരു പ്രതികരണത്തിലേക്കാണ്. ഇവിടെ വന്നപ്പോഴത്തേക്കും എൻ്റെ അപ്പൻ പോസ്റ്റിൻ്റെ അവിടെ ആയിട്ടായി. ആ സമയം പെട്ടെന്ന് ഭയങ്കര ശബ്ദത്തോടെ പൊട്ടിത്തെറിയും തീപ്പൊരിയൊക്കെ കണ്ടു. ഞാൻ അത് കണ്ട് പെട്ടെന്ന് പേടിച്ചിട്ട് ഈ മതിലെന്നെടുത്ത് അവിടെയൊക്കെ ചാടി വന്നു. ആ ചാടുന്നതിൻ്റെ ഇടയിൽ കമ്പി ഒന്ന് എൻ്റെ പുറത്ത് തട്ടിയായിരുന്നു. പക്ഷേ കറണ്ടൊന്നും ആയിട്ടില്ല. വഴി തന്നെ കിടക്കുന്നു. ഞാൻ ഈ ചാടിയ മതിലിൽ തന്നെ. AV ജയശങ്കർ പത്തനംതിട്ടയിൽ ചെയ്യുന്നു. ജയശങ്കർ, അത്ഭുതകരമായി രക്ഷപ്പെട്ടത് ആശ്വാസമാണ്. ഈ വൈദ്യുതി കമ്പി അങ്ങനെ ദേഹത്ത് വീഴാനിടയായ സാഹചര്യം എന്താണ് അവിടെ സംഭവിച്ചത്? വിവരങ്ങൾ. അതായത് സുഹേൽ, പത്തനംതിട്ട കോന്നിയിൽ കഴിഞ്ഞ ദിവസം വൈകുന്നേരമാണ് ഇത്തരത്തിൽ വൈദ്യുത കമ്പി പൊട്ടി വീഴുകയും ഈ സനീഷ് എന്ന് പറയുന്ന വിദ്യാർത്ഥിയുടെ മേത്ത് തട്ടുകയും കുട്ടി അത്ഭുതകരമായി രക്ഷപ്പെടുകയും ചെയ്ത സംഭവം ഉണ്ടായത്. ഈ KCBയുടെ ഈ തടിപ്പോസ്റ്റും ഒപ്പം തന്നെ കാലപ്പഴക്കം ചെന്ന കമ്പി ഉൾപ്പെടെ ഭീഷണിയാണെന്നും ഇത് മാറ്റണം എന്നാവശ്യപ്പെട്ട് ഈ കുടുംബം വൈദ്യുതി വകുപ്പിന് KCBക്ക് പരാതി നൽകിയിരുന്നു. പക്ഷേ ഈ പരാതിയിൽ ഒരു തരത്തിലുള്ള നടപടി ഉണ്ടായിട്ടില്ല. ഈ കുടുംബം ഇത്തരത്തിൽ ഓഫീസിൽ രജിസ്റ്ററിൽ എഴുതിയിട്ടതിന്റെ രേഖകൾ ഉൾപ്പെടെ നമ്മെ കാണിക്കുന്നു. അവർ ഫോൺ വിളിച്ചും ഈ സമാനമായ പരാതി അറിയിച്ചിരുന്നു. പക്ഷേ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നടപടി ഉണ്ടായില്ല. ആ കാലപ്പഴക്കം ചെന്ന കമ്പികൾ തന്നെയാണ് പൊട്ടി വീണതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇന്നലെ ഈ സനീഷ് ഈ അപകടത്തിൽ നിന്ന് അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത്. ഭാഗ്യത്തിന്റെ ഒരു ബലം കൊണ്ട് മാത്രമാണ് ഇത്തരത്തിൽ ആ കമ്പി തട്ടി അതിൽ നിന്ന് ഷോക്കേറ്റ് മറ്റ് അപകടങ്ങൾ ഉണ്ടാകാതെ രക്ഷപ്പെട്ടത്. ഭാഗ്യം കൊണ്ട് മാത്രമാണ്. ഈ KCBയുമായി ബന്ധപ്പെട്ട് വൈദ്യുതി മന്ത്രി ഉൾപ്പെടെ പറഞ്ഞിരുന്നു, ഇത്തരത്തിൽ കാലപ്പഴക്കം ചെയ്യുന്ന കമ്പികളും പോസ്റ്റുകളും ഒക്കെ തന്നെ നാട്ടുകാർ അറിയിച്ചു കഴിഞ്ഞാൽ അത് കൃത്യമായി മാറ്റുമെന്നൊരു മന്ത്രിയുടെ ഒരു അറിയിപ്പൊക്കെ ഉണ്ടായിരുന്നു. മാധ്യമങ്ങൾക്ക് ഇത് സംബന്ധിച്ച് പ്രതികരണം നൽകിയിരുന്നു. പക്ഷേ ആ ഒരു ഘട്ടത്തിലാണ് ഇത്തരത്തിൽ കോന്നിയിൽ ഇത്തരത്തിലൊരു KCBയുടെ കമ്പി പൊട്ടി വീഴുകയും അതൊരു വിദ്യാർത്ഥിയുടെ മേത്ത് തട്ടുകയും ചെയ്തിരിക്കുന്ന ഗുരുതര സാഹചര്യം ഉണ്ടായത്. എന്തായാലും സനീഷിന് മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല എന്നത് ആശ്വാസകരമാണ്. പക്ഷേ ആ വൈദ്യുത കമ്പി അത് ജനങ്ങൾക്ക് വലിയ തോതിൽ ഒരു ആശങ്കയായി നിലനിൽക്കുന്ന സാഹചര്യമുണ്ട്. KCBയുടെ മുമ്പിൽ ഇതുമായി ബന്ധപ്പെട്ട പരാതി ഇതിന് മുന്നേ തന്നെ എത്തിയിട്ടുണ്ട്. പക്ഷേ എന്തുകൊണ്ട് ആ പരാതിയിൽ നടപടിയെടുത്തില്ല, ആർക്കാണ് വീഴ്ച പറ്റിയതെല്ലാം തന്നെ അന്വേഷിക്കേണ്ട ഒരു ഘടകമാണ്. എന്തായാലും സനീഷിന് മറ്റ് പ്രശ്നങ്ങളില്ല എന്നത് ആശ്വാസകരമാണ്. അപ്പോൾ പോലും ഉദ്യോഗസ്ഥ അനാസ്ഥ അത് പരിശോധിക്കപ്പെടേണ്ടത് തന്നെയാണ് സുഹേൽ.